സ്കൂൾ യാത്രാ വാഹനങ്ങളുടെ സുരക്ഷ ശക്തമാക്കി മോട്ടോർ വാഹന വകുപ്പ്. ഉഴവൂർ RT ഓഫീസിന് കീഴിൽ വരുന്ന വിദ്യാലയങ്ങളുടെ പരിശോധന വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കുറവിലങ്ങാട് നസത്തുകിൽ ഡീപ്പോ സ്കൂളിൽ നടന്നു. വാഹന പരിശോധനയിൽ സുരക്ഷ ഉറപ്പുവരുത്തിയ വാഹനങ്ങൾക്ക് ഉദ്യോഗസ്ഥർ പ്രത്യേക സ്റ്റിക്കർ പതിച്ചു. സാങ്കേതിക പ്രശ്നമുള്ള വാഹനങ്ങൾ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി 29-ന് വീണ്ടും പരിശോധനയ്ക്ക് ഹാജരാക്കണമെന്ന് നിർദ്ദേശം നൽകി. നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് മാനുഷിക പരിഗണനയെ മുൻനിർത്തിയുള്ള നിർദ്ദേശങ്ങളും സ്കൂൾ അധികൃതർക്കും ഡ്രൈവർമാർക്കും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകി. വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബസ്സുകളിലെ യാത്രയിൽ പൂർണ്ണ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. സ്കൂൾ ബസ്സുകളുടെ പരിശോധന ഉഴവൂർ സബ് RT ഓഫീസിൻ്റെ കീഴിലുള്ള ഇന്ന് ആരംഭിക്കുകയാണ്. ഇത് തുടർച്ചയായിട്ട് എല്ലാ വർഷവും നടത്തുന്ന ഒരു പ്രക്രിയയാണ്. എന്നാൽ പോലും ഇതിൻ്റെ ഒരു ഗൗരവസ്ഥിതി മനസ്സിലായതിൻ്റെ അല്ലെങ്കിൽ സർക്കാർ മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്നും എല്ലാ വർഷവും ഡ്രൈവർമാർക്കും ആയമാർക്കും ട്രെയിനിങ് കൊടുക്കുകയും അതോടൊപ്പം തന്നെ വാഹനങ്ങളുടെ ചെക്കപ്പുകൾ 37 ഇന പരിശോധനയാണ് ഇതിൽ നടക്കുന്നത്. ഈ 37 ഇന പരിശോധന എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ മെക്കാനിക്കൽ കണ്ടീഷൻ മാത്രമല്ല, അതിൽ സജ്ജീകരിക്കേണ്ട വിവിധ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള നിർദ്ദേശവും കൂടിയാണ് ഉൾക്കൊള്ളുന്നത്. അത് നടപ്പിൽ വരുത്തിയ വാഹനങ്ങൾക്ക് സുരക്ഷാ പരിശോധന സ്റ്റിക്കർ നൽകുകയും അത്തരം സ്റ്റിക്കർ പതിപ്പിച്ച വാഹനങ്ങൾ മാത്രമേ സർവീസിനായിട്ട്, അതായത് കുട്ടികളെ കൊണ്ടുവരാനും കൊണ്ടുപോകാനുമായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. സ്കൂൾ വിദ്യാർത്ഥികളുടെ സുരക്ഷിതമായ യാത്രയെ മുൻനിർത്തി വിവിധ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളുടെ നേതൃത്വത്തിൽ അതിന് വർഷാരംഭത്തിന് മുൻപായി നടത്തപ്പെടുന്ന സുരക്ഷാ പരിശോധനയാണ് കുറവിലങ്ങാട് ഡീപ്പോൾ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നത്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ KK ചന്ദ്രലാൽ, MVI ജോണി തോമസ്, AMVമാരായ അനു S കുമാർ, ബെൻ ജോസ് PV, ജിനു ജേക്കബ്, സാം K ജോൺസൺ, മനോജ്, അമൃത VB തുടങ്ങിയവർ പരിശോധനയിൽ പങ്കുചേർന്നു. അതായത് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്ന സംഗതിയാണ്. ഇപ്പൊ ഡ്രൈവർ അവിടെ ഇരുന്നിട്ട് നോക്കുവാണെങ്കിൽ ഒരു ചെറിയ കുട്ടി ഇതിൽ പാസ് ചെയ്യുവാണെങ്കിൽ അയാൾ നടന്നു പോവുകയാണെങ്കിൽ വിസിബിലിറ്റി ഉണ്ടാകത്തില്ല. അപ്പൊ അതിന് പകരം ഇവിടെ ഒരു ക്യാമറ, ഇവിടെ ഒരു മിറർ വെച്ചിട്ട് അതിന്റെ കോൺവെക്സ് ആണ്, ഇങ്ങനെയുള്ളതാണ്. അപ്പൊ ഇങ്ങനെ വെക്കുമ്പോൾ ഡ്രൈവർക്ക് അവിടുന്ന് കാണാം ഇതിന്റെ ഫ്രണ്ടിൽ എന്താ നടക്കുന്നതെന്നുള്ളത് കാണാൻ പറ്റും.